പലപ്പോഴും സാധാരണക്കാരായ ആളുകളെ സഹായിക്കാൻ മുന്നോട്ടിറങ്ങാറുമുണ്ട്. ഒരാൾ കൈനീട്ട ഒരു ഹിന്ദു ഡ്രസ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ 10 രൂപ എടുത്ത് കൊടുത്തേക്കും. ഞാൻ മങ്കേഷിനോട് പറഞ്ഞപ്പോൾ 10 രൂപ ദേഹിക്കോ എന്നുവെച്ചാൽ അവൻ്റെ മനസ്സ് ചീത്തയല്ല. അവന് ഇതെല്ലാം പെട്ടി ഇതൊക്കെ നടക്കുന്നത് ജീവിക്കാനാണെങ്കിൽ അവൻ്റെ മനസ്സ് നല്ലതായിരിക്കും. അതേസമയം തന്നെ ഈ കാല് കണ്ടുകൊണ്ട് നടക്കാൻ പാടില്ലാത്ത ചില മുസ്ലിങ്ങൾ വണ്ടി ഓടിച്ചു വരും. ഞാൻ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് അവന് 10 രൂപ കൊണ്ട് പോകും. ഞാൻ ഈയിടെ തന്നെ പോയി ഒരു സ്ഥലത്ത് നിൽക്കുമ്പം ഒരു സ്ത്രീ ഒന്ന് വാങ്ങുന്നവരാണെന്ന് തോന്നത്തില്ല. അത് വന്ന് എൻ്റെ അടുത്ത് നിന്ന് കാണുന്ന ഒരു വണ്ടിയിരിക്കുന്ന ഡ്രൈവറോട് എന്തെങ്കിലും കാണിച്ച് കവണിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല കുടുംബത്തിലാണെന്ന്. ഞാൻ മങ്കേഷിനെ വിളിച്ച് तुम उसको बुलाओ इधर. क्यों? नाचो उसको खुद. अरे वो मांगने वाली नहीं है. अच्छा तुम बुला के लाओ. ഞാൻ വിളിച്ച് ഇവൻ പോയി വിളിച്ചോളം പറഞ്ഞു. അവർ വന്നു. ഞാൻ പറഞ്ഞ് ഞാൻ 20 രൂപ എടുത്ത് കൊടുത്ത് ഉടനെ എന്നോട് ദുആ ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ മകൻ ഇന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഇതുകൊണ്ട് കഴിക്കും. ഇത്ര നല്ല സന്തോഷം നമുക്ക് വേറെ എവിടെ കിട്ടും? ഞാൻ താമസിക്കുന്നത് ആലപ്പുഴ. വീടിൻ്റെ അക്കരെ കൂടി നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ കാലത്ത് പൂവും കൊണ്ടുപോകുന്ന അമ്പലത്തിൽ അവർക്ക് ദുരുദ്ദേശം മനസ്സിലില്ല. മുസ്ലിം മരിക്കണമെന്നോ അവനെ തല്ലണമെന്നില്ല. നല്ല ഹൃദയം കൊണ്ടാണ് പോണത്. ഞാൻ അതിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് ഈ മങ്കേഷ് ഡി സാംഗ്ലെ ഞാനിവനെ ബജാറിൽ നിന്ന് കൊണ്ടുവന്ന പയ്യനാണ്. അവനെ കല്യാണം കഴിപ്പിച്ച് അവന് എല്ലാവിധം ചെയ്യും. അവന് ഒരു വീട് ഞാൻ അവൻ ചിലവാക്കിയപ്പോൾ ഞാൻ 1 ലക്ഷം രൂപ കൂടെ കൊടുത്ത് അവന് ദുബായ് അവിടെ ഇവിടങ്ങളിൽ ഇവിടെ ചെന്നാൽ ഇവരെ കൊണ്ടുപോകും. എൻ്റെ വാപ്പ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നോയമ്പ് മാസം വന്നു കഴിഞ്ഞാൽ എല്ലാ പണങ്ങൾക്കും ഞങ്ങളുടെ ഗേറ്റ് വലിയ കെട്ടിടമാണ്, വലിയ ഗേറ്റുണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്. അന്ന് മുണ്ട് കൊടുക്കും എല്ലാവർക്കും. പിറ്റേന്ന് പെണ്ണുങ്ങൾക്ക് ഉടുപ്പിനുള്ള തുണി കൊടുക്കും. അതിനുശേഷം പിന്നെ 3-ാം ദിവസം ഈ കൃഷിയിലൊക്കെ ജോലി ചെയ്യുന്ന ഹിന്ദുക്കളൊക്കെ ഉണ്ടല്ലോ, അവർ വരും, അവർക്ക് കൊടുക്കും. ഇങ്ങനെയെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് കൊച്ചു ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ദിവസം 10-30 പേർക്ക് ചോറ് വെച്ച് കൊടുക്കും. എൻ്റെ പപ്പ ചെയ്യുന്നതുകൊണ്ടിരുന്ന ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ച് നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ. ഉപഭോക്താവിനോടുള്ള സമീപനം ഏത് വ്യവസായത്തിൻ്റെയും ഏറ്റവും വലിയ വിജയരഹസ്യമാണ്. എന്നെ ബെറ്ററാക്കി ആലപ്പുഴയാണ്. എനിക്ക് ആലപ്പുഴ ആണ്ടിൽ ഞാൻ 2 പ്രാവശ്യം പോകും. അവിടെ ഇവിടെ വന്നെങ്കിലും അവിടെ ഞാൻ പല സ്ഥാപനങ്ങളും എമൗണ്ട് കായ കൊടുക്കുക, എത്തിയങ്കാണുകൾക്ക് കൊടുക്കുക. എൻ്റെ അമ്മയുടെ പേർക്ക് ഉമ്മായുടെ പേർക്ക് ഞാൻ വലിയൊരു ഹാൾ പണിത്, ഞാനും എൻ്റെ മകനും കൂടി വലിയൊരു പള്ളി പണിത്, അതും ഇതൊക്കെ ചെയ്ത് അതിൻ്റെ ചിലവും ഞങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആ അതിനോട് നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ടും ആ രാജ്യത്തിലുള്ള വ്യക്തി ഉള്ളതുകൊണ്ട് പോകുന്നത്. അത് ആരായാലും അങ്ങനെ പോകത്തുള്ളൂ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്നേ. ഞാൻ റോട്ടറി ക്ലബ് ആലപ്പുഴ പ്രസിഡൻ്റായി ബോംബെ വന്നപ്പോഴും അവിടെയും റോട്ടറി ക്ലബ്ബിൽ ചേർന്ന് ഞാൻ ഇപ്പം നടത്തിയതേ ഉള്ളൂ. ജോയിൻ്റ്ലി റോട്ടറി ക്ലബ് ഓഫ് ബോംബെ എയർപോർട്ട്, ആലപ്പി is giving 10,000 rupees to one medical student who is backward in financially, who is obtaining highest mark. ഇത്തവണ 20,000 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പേപ്പറിൽ വന്നിട്ടുണ്ട്, എല്ലാം വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബോംബെയിലും ഞാൻ റോട്ടറി ക്ലബിലും 1-2 ലക്ഷം രൂപ ചിലവാക്കും. റോട്ടറി ക്ലബ്ബുമായി അടുത്തിടപഴകുന്നു. എൻ്റെ സാധാരണയായിട്ട് എല്ലാവർക്കും എൻ്റെ മക്കളെയും ചെറുമക്കളെയും ഞാൻ വളരെ സ്നേഹിക്കുന്നുണ്ട്. ഒന്നത് അവർ വന്ന് ഞാൻ ബോംബെ വന്ന് ഇത്ര നിലയിൽ എത്തി. അവർ ലിവിങ് അണ്ടർ വൺ റൂഫ് എന്ന് പറഞ്ഞിട്ട് എത്തിയെങ്കിലും ഞാൻ അതൊന്നും മറന്നിട്ടില്ല, നാടിനെ മറന്നിട്ടില്ല. ഞാൻ അവിടെ ചെയ്യേണ്ടത് എല്ലാം അതുപോലെ ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ മലയാള മനോരമയുടെ ഇവിടെയും ഇൻഡോ അറബ് സൊസൈറ്റി, ഇവിടെ റോട്ടറി ക്ലബ് ഓഫ് ബോംബെ എയർപോർട്ട്, ഇവിടെ കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ട്, അതിലൊക്കെ ഐ വാസ് എ മെമ്പർ.
അതെല്ലാം പോയി ഐ എക്സ്പ്രസ് മൈ ഒപ്പീനിയൻ വെരി ഓപ്പൺലി സിൻസിയർലി ആൻഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഓൾ പീപ്പിൾ. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു സത്യം. അങ്ങനെയാണ് ഈ മങ്കേഷ് എന്ന് കിട്ടിയത്. ഇയാൾ തന്നെ കൊണ്ടുപോയി ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഒരു ഈ മലയാളം ഇവിടെ തന്നെ മേമൻ കമ്മ്യൂണിറ്റിയിൽ ലേഡീസ് 100% എഡ്യൂക്കേറ്റഡ് ആണ് ബോംബെ. When I go there, I told them, I am a Mehman. But I speak, my father was from Porbandar. I was in Kerala, but I speak Malayalam better than Malayalis. Then what I suggest, you teach Marathi to your people instead of fighting in assembly and all that. That is not good. You teach Marathi. That is very important thing for us. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ച് ഒരു പ്രസംഗത്തിൽ ഏത് പ്രസംഗത്തിൽ നാരായണഗുരുവിടെ പ്രസംഗത്തിൽ പറഞ്ഞു, വൈ ഡോണ്ട് യു സ്പീക്ക്, വൈ നോട്ട് യു സ്പീക്ക് ഇൻ മലയാളം? ഞാൻ പറഞ്ഞു, ഇഫ് ഐ സ്പീക്ക് ഐ ക്യാൻ സ്പീക്ക് ബെറ്റർ ദാൻ യു മലയാളീസ്, ബിക്കോസ് 100% if you take 10 Malayalis, only 2 are good speaking in Malayalam. All others some mixed Malayalam. I was born and brought up in Malayalam, Kerala, Alleppey people, they speak good Malayalam. ഇത് പറഞ്ഞപ്പോൾ നന്നായിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പം എല്ലാവരും കൈ കൊട്ടി. മലബാറിൽ നിന്ന് വന്നവരായിരിക്കും, ഗുണഗുണമെന്ന് സംസാരിക്കും, തമിഴ്നാടിൽ നിന്ന് വരും, തമിഴ് ചേർത്ത് സംസാരിക്കും, തൃശ്ശൂരിൽ നിന്ന് വരും, അവരുടെ ജാതിയിൽ സംസാരിക്കും, മറ്റവരും കാക്കാമാരുടെ മറ്റും സംസാരിക്കും, അതുപോലെ സംസാരിക്കും. അതുപോലെയല്ല ഞങ്ങളുടെ മലയാളം, പ്യുവർ മലയാളം. ഇപ്പം ഞാൻ അന്ന് എനിക്ക് എൻ്റെ അടുത്തുള്ള താമസിക്കുന്നവർ പറഞ്ഞ്, ഹൗ യു ഗോ ഡൗൺ ഇൻ ദ ഏർലി മോർണിംഗ് വിത്ത് ചിൽഡ്രൻ ഓൾ ദാറ്റ്, ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ് ഐ തിങ്ക്, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് അന്ന് നടന്ന് ഇന്ന് നടക്കത്തില്ല. അന്ന് നടന്ന് നമ്മൾ എല്ലാം ഇവിടെ തന്നെ എല്ലാം ചെയ്ത് കാര്യമെല്ലാം ചെയ്യാം. അത് വ്യത്യാസം കാണുമല്ലോ. അത് വ്യത്യാസം ആണെങ്കിൽ തന്നെയും ഐ എം ഹാപ്പി, ബിക്കോസ് എനിക്ക് ആളുകളുണ്ട് എനിക്ക് വേണ്ടി ചെയ്യാൻ. മങ്കേഷുണ്ട്, വേറെ ആളുകളുണ്ട്, ഗോവിന്ദുണ്ട്, മറ്റേ മറിച്ച് ഇങ്ങനെ പലവരും ഉണ്ട്. ഒരു സിൻസിയർ നമ്മൾ സിൻസിയറായിട്ടിരുന്നാൽ സിൻസിയറായിട്ടെല്ലാം വരും. ഞാൻ എൻ്റെ ചെറുമക്കളൊക്കെ AG ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ തന്നെ താഴെ ഇറങ്ങി കാറിൽ കൊണ്ടുപോയി വിടും. ഞാൻ വീട്ടിൽ വന്ന് ചായ കാച്ചി എൻ്റെ മകനും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഞാൻ സ്കൂളിൽ പോയി ഇവർ സ്കൂളിൽ പഠിക്കാനിരിക്കുമ്പം ഞാൻ അവിടെ കുത്തിയിരിക്കും, ഉച്ചവരെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ വന്നാലും അവിടെ ഇരിക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് വിടുമ്പോഴേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ ഈ 3 പിള്ളേരെയും ഇപ്പോഴും ഒരു മോള് ഇപ്പോഴും പോകുന്നുണ്ട്. അത് എല്ലാം ഞാൻ ചെയ്ത് ഇപ്പോഴും എനിക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്.